ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തി എന്ന് വെച്ചാൽ 18 വയസ്സായാൽ അവരുടെ മാതാപിതാക്കൾ അവർക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങും. അന്നേരം നേരെ പോകുന്നത് ജോത്സ്യൻ്റെ അടുത്തായിരിക്കാം. അവളുടെ ഗ്രഹനില എടുക്കുക, ജാതകം നോക്കുക, അവളുടെ പഠിപ്പ് ഇല്ലെങ്കിൽ ഇനിയുള്ള വിദ്യാഭ്യാസം, ജോലി, അതിനെക്കുറിച്ചൊന്നും അവരൊട്ടും ബോധേടല്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞു വരുന്നത്. എന്നാൽ തന്നെ ഇപ്പോൾ ജോത്സ്യൻ്റെ അടുത്ത് ചെല്ലുമ്പം പറയുന്നു അവൾക്ക് ചൊവ്വാദോഷമാണ് അല്ലെങ്കിൽ വേറെ പാപദോഷമാണ്. അപ്പം ആ ഒരു ജാതകം ഉള്ളതിനെ കൊണ്ട് മാത്രമേ കല്യാണം കഴിപ്പിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആരാണോ ആ ദോഷം ഇല്ലാത്തത് അയാൾക്ക് മരണമായിരിക്കും. കുട്ടിക്ക് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? എനിക്ക് ജാതകത്തിൽ വിശ്വാസമില്ല, പക്ഷെ ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഒരിക്കലും ഞാൻ ജാതകത്തിൽ വിശ്വസിക്കുന്നുമില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ആ ചൊവ്വാദോഷം എന്ന് പറഞ്ഞില്ലെങ്കിൽ പാപദോഷം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ഇല്ല എങ്കിൽ ആ 2 ഭാര്യ ഭർത്താവ്, അപ്പോൾ ഒരു ഭാര്യയ്ക്കാണ് ഉള്ളതെങ്കിൽ ഭർത്താവ് മരണപ്പെടും എന്ന് പറഞ്ഞത് സത്യമാണോ അല്ലയോ? അതായത് ഇവിടെ നമ്മൾ ജ്യോതിഷത്തെയും ജ്യോതിഷിയെയും രണ്ടായി കാണും. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു വേദ അംഗമാണ്. അതിൽ നമ്മുടെ വിവാഹ പൊരുത്തം, നമ്മുടെ ജോലി, ഈ വക കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന ഒരു ശാസ്ത്രമല്ല. ജ്യോതിഷം വേദത്തിൻ്റെ അംഗമാണ്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഇങ്ങനെ 6 അംഗങ്ങളോട് കൂടിയതാണ് വേദം എന്ന് പറയും. ജ്യോതിഷം ശരിയാണ്, ജ്യോതിഷി ശരിയല്ല. കാരണം ഈ പറയുന്ന ജ്യോതിഷി മുഴുവൻ അബദ്ധങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു വരനെ കണ്ടെത്താൻ ചൊവ്വയിൽ ഒരു വരനുണ്ടെങ്കിൽ അവനുമായിട്ട് വിവാഹം ഏറ്റവും നന്നായിരിക്കും. അതെ, ഏറ്റവും വിദൂരതയിൽ നിന്ന് ആളുകളെ കണ്ടെത്തുക, വിവാഹം കഴിക്കുക, നല്ല കുട്ടികളുണ്ടാവും, നല്ല സന്താനങ്ങൾ. എന്തുകൊണ്ടാണ് ജനിക്കുമ്പോൾ തന്നെ അയാളുടെ ആയുർദൈർഘ്യം എഴുതപ്പെടുന്നു എന്നാ പറയുന്നത്? ഇതൊക്കെ ഓരോ അതാ പറഞ്ഞത്. അന്നേരം ഇപ്പം ചൊവ്വാദോഷം കാരണം മറ്റൊരാള് മരണപ്പെടുമെന്നാണെങ്കിൽ അയാളുടെ വിധിയല്ലേ അത്? നമ്മളിപ്പോൾ എല്ലാവരും പറഞ്ഞ വിധിയാണ് നമ്മളെ നയിക്കുന്നതെന്നാണ് പറയുന്നത്. എന്ത് സംഭവിച്ചാലും വിധിക്കാ പഴി പറയുന്നത്. കുട്ടി, നമുക്ക് ആദ്യം വേണ്ടത്, ഈ ജ്യോതിഷികൾ വളരെ ആസൂത്രിതമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ നമ്മുടെ വിശ്വാസങ്ങളെ, ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണിത്. അതാണ് അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ വിശ്വാസത്തെ നമ്മളെ ചൂഷണം ചെയ്യുക, അതിന് ഇരയാവാതിരിക്കുക, നമ്മളതിനെ അതിജീവിക്കാനുള്ള കരുത്ത് സ്വയം നേടണം. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ചൊവ്വാദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് സ്വാമിക്ക് പറയാൻ പറ്റും? ചൊവ്വാദോഷം ചൊവ്വയിൽ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു കുഴപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ് സ്വാമിക്ക്. അങ്ങനെ ഒരു ദോഷം, ആ ദോഷം കാരണം ദാമ്പത്യത്തിന് തടസ്സങ്ങൾ ഉണ്ടാവുക, നല്ല ദാമ്പത്യം ഇല്ലാതെ പോകുക എന്ന ഏത് ജ്യോതിഷി പറയുകയാണെങ്കിലും അത് ശാസ്ത്രീയമായിട്ട് തെറ്റാണ്, അശാസ്ത്രീയമാണ്. സ്വാമി അവരുമായിട്ട് സംവദിക്കാൻ തയ്യാറുമാണ്.